അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഹബീബികളെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മർക്കസ് നോളജ് സിറ്റിയിലാണ്. ഇവിടുത്തെ പുതുതായ കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ ഫാനൂസ് ദ മലൈബാർ എക്സ്പോ 2026 ഏപ്രിൽ 15 തുടങ്ങിയ മെയ് 31 അവസാനിക്കുന്ന അതിമനോഹരമായ എക്സ്പോ ഇന്ന് മർക്കസ് നോളജ് സിറ്റി നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. കടന്നു വരൂ മർക്കസ് നോളജ് സിറ്റിയിലേക്ക്. എല്ലാ ആളുകൾക്കും സ്വാഗതം. കാഴ്ചയുടെ വിസ്മയ ലോകത്തേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഫാനൂസ് ദി മലൈബാർ എക്സ്പോ 2026. പഴയ കാലത്ത് നൂലുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ചർക്കയാണ് ഉപയോഗിച്ചിട്ടാണ് നൂല് ഉണ്ടാക്കിയത്. ഗാന്ധിജിയൊക്കെ ചർക്ക തിരിച്ച് നൂലുണ്ടാക്കിയ ചരിത്രം നമ്മൾ പഠിച്ചതാണ്. ബ്രെയിൻ ലിപിയിലുള്ള ഖുർആനാണ്. കണ്ണ് കാണാത്ത ആളുകൾക്ക് പാരായണം ചെയ്യാനുള്ള ബ്രെയിൻ ലിപിയിലുള്ള ഖുർആനാണ്. ഇത് കണ്ണ് കാണാത്ത ആൾക്ക് പാരായണം ചെയ്യാനുള്ള ബ്രെയിൻ ലിപിയിലുള്ള ഖുർആനാണിത്. ഇത് ഇങ്ങനെ ഉണ്ടാവുക, ഇതിൽ കൈവച്ചിട്ടാണ് അവര് ഖുർആൻ ഓതുന്നത്. താളിയോലയിൽ എഴുതിയ വിശുദ്ധ ഖുർആനാണ്. പഴയ കാലങ്ങളിൽ വൈദ്യം അതുപോലെ മറ്റു വിജ്ഞാനങ്ങളോ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ താളിയോലയിലാണ് എഴുതി വെച്ചിരുന്നത്. സമസ്തയുടെ ആദ്യത്തെ മുഫ്തി, പ്രഥമ മുഫ്തിയായ കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ ഉപയോഗിച്ച പാത്രമാണ് ഈ കാണുന്നത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോടുള്ള ആദര സൂചകമായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സ്റ്റാമ്പാണിത്. പൊതു തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ബാലറ്റ് പെട്ടിയാണ്. 1951 ഉള്ള ബാലറ്റ് പെട്ടിയാണിത്. പള്ളികളിലൊക്കെ വാങ്ക് കൊടുക്കുന്ന സമയം വിളിച്ചറിയിക്കുന്ന നഗാരയാണ്. കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് ആളുകളെ പള്ളിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ അടിച്ചിട്ടായിരുന്നു വിളിച്ചിരുന്നത്. ഫോട്ടോസ്റ്റാറ്റ് മെഷീനാണിത്. പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ജെറക്സ് മെഷീൻ. മണ്ണെണ്ണയിൽ പ്രവർത്തിച്ചിരുന്ന ഫ്രിഡ്ജാണ് പഴയ കാലത്ത്. ഇന്നിപ്പോ കറണ്ടിനാണ് ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നത്. എന്നാൽ പഴയ കാലത്ത് മണ്ണെണ്ണയിൽ ഇവിടെ മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് ഈ ഫ്രിഡ്ജ് മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് ഈ ഫ്രിഡ്ജ് പ്രവർത്തിച്ചിരുന്നത്. നമ്മള് കർണാടക ഭാഷയിൽ പറയുകയാണെങ്കിൽ ചിമ്മിനെണ്ണ ഗ്യാസിൽ ഉപയോഗിച്ച ഇസ്തിരിപെട്ടി, കൽക്കരിയിൽ ഉപയോഗിച്ച ഇസ്തിരിപെട്ടി, കനലിൽ ഉപയോഗിച്ച ഇസ്തിരിപെട്ടി. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന വാർത്ത അൽ മിസ്രി എന്ന് പറയുന്ന മിസ്റിൽ നിന്നിറങ്ങുന്ന പത്രത്തിൽ വന്ന വാർത്തയാണിത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ വാർത്തയുള്ള മലയാള മനോരമയുടെ കോപ്പിയാണിത്. വീട്ടിലൊക്കെ നെല്ലൊക്കെ കുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരല് എന്ന് പറയുന്ന പഴയ കാലത്തെ ഒരല്. എത്ര വർഷം ഉണ്ടാവും? ഇത് 1940 മുതൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1940 മുതൽ 2010 വരെ ഉപയോഗിച്ച ഒരലാണിത്. ഇത് ഉപയോഗിച്ച ആളുകളുടെ പേരടക്കം ലിസ്റ്റ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാളുകളുടെ പേരും ഇത് ഉപയോഗിച്ച ആളെ പേരാണ് ഇവിടെ ഉപയോഗിച്ച ആളുകളുടെ പേരാണ്. ഇത് ഉപയോഗിച്ചതിന്റെ സന്നദ്ധാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് മാനസ്ക്രിപ്റ്റുകളാണ്, കയ്യെഴുത്ത് കോപ്പികളാണ് ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന അട്ടിപ്പാത്രമാണ്. ഡോക്ടർ അബ്ദുറഹ്മാൻ. ഇതുമായി ബന്ധപ്പെട്ട് ഞാനാണ് മലബാർ ഫൗണ്ടേഷന്റെ നിലവിലുള്ള എഒ നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇതുകൊണ്ട് സമൂഹത്തിന് കൊടുക്കുന്ന പാഠം നമ്മൾ ഇതുകൊണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കയറി നിങ്ങൾ അവസാനിക്കുന്നവരെ കാണുന്നത് മുഴുവൻ നമ്മുടെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തമായ എലമെന്റുകളായിരിക്കും. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കാണുന്ന ഒരാൾക്ക് ചില ആളുകൾക്ക് ഇത് ഭയങ്കര പുതുമയായിരിക്കും. അതേ സമയത്ത് കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞുപോയ മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ പൂർവ്വപിതാക്കള്, നമ്മുടെ മാതാപിതാക്കള് ജീവിച്ചു വന്നൊരു സാഹചര്യം, നമ്മുടെ സമൂഹം ഏത് രൂപത്തിലായിരുന്നു കേരളത്തിലും പുറത്തും ജീവിച്ചു എന്നുള്ളത് അവര് അനുഭവിച്ച ബുദ്ധിമുട്ട്. പേരെന്താ പറഞ്ഞു? ഫാനൂസ് എന്നുള്ളതാണ്. ഫാനൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാനീസ് വിളക്ക് എന്നൊക്കെ കേരളത്തിലെ പ്രയോഗമുണ്ട്. വിളക്കുകളാണ്, വെളിച്ചമാണ് ഇതിന്റെ ഒരു മാനദണ്ഡം. വെളിച്ചത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെളിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ. ഫാനൂസ് എന്ന് പറയുന്ന വേർഡ് കിട്ടാനില്ല. അതൊരു വെളിച്ചം എന്നുള്ള, അതായത് കേരളത്തിലേക്ക് വന്ന വെളിച്ചങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ കേരളത്തിൽ നിലവിലുള്ള വെളിച്ചങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ വെളിച്ചത്തിന്റെ പ്രത്യേകത എപ്പോഴും വെളിച്ചത്തിന് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ചാലക ശക്തിയാണ്. മെയ് 31 വരെയാണ്. അത് വെക്കേഷൻ മുഴുവൻ നമ്മൾ ഈ ഒരു എക്സ്പോ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഫീസ് 30 തുച്ഛമായ 30 രൂപയുള്ളൂ. ഇത് പൈസക്ക് അപ്പുറമായിട്ട് ഇത് വർത്താവുക. 30 രൂപ കൊടുത്താലും പ്രശ്നമില്ല. കാണേണ്ട എല്ലാ കാഴ്ചകളും നമുക്ക് കൺകുളിർമയായി കണ്ടുപോകാനുള്ള സാധ്യത കൂടുതൽ ഇവിടെയുണ്ട്. കാരണം നമ്മുടെ തലമുറകൾ എങ്ങനെയാണ് അവർ കഷ്ടപ്പെട്ട് ഈ ലോകത്ത് ജീവിച്ചത് എന്നതിൻ്റെ പ്രയാസങ്ങളും അവരുടെ പ്രതിസന്ധികളും എത്രയായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇവിടെ കാണുന്ന ഓരോ വസ്തുക്കളെ കണ്ടാലും നമുക്ക് മനസ്സിലാക്കും. ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു കരണ്ട് പോയാൽ നമുക്ക് ഒന്നും ചെയ്യാതെ, ഏതുവരെ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പോലും കഴിയുന്നില്ല ഒരു കരണ്ട് പോയാൽ. ആ സമയത്ത് പഴയ കാലത്തെ ആളുകൾ ഇവിടെ എങ്ങനെയാണ് അവർ അതിജയിച്ച് ജീവിച്ചത് എന്ന് നമുക്ക് ഇവിടുത്തെ ഓരോ വസ്തുക്കളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അൽഹംദുലില്ലാഹ്, ശുക്രൻ, ജസാക്കല്ലാഹ്. കാഴ്ചയുടെ വിസ്മയ ലോകത്തേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഫാനൂസ് ദി മലൈബാർ എക്സ്പോ 2026 മർക്കസ് നോളജ് സിറ്റി. ഇവിടെ കാണാൻ വേണ്ടി വന്നത്
വെള്ളം കുടിക്കുന്നോനാരേടാ. കാലം കടന്നു പോകുമ്പോൾ നാം മറന്നുപോയ ചരിത്രത്തിന്റെ വിലപ്പെട്ട ഏടുകൾ പുനർജനിക്കുന്ന മ്യൂസിയത്തിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കാഴ്ചയുടെ വിസ്മയ ലോകത്തേക്ക് പ്രിയരെ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സ്വാഗതം. ഫാനൂസ് ദി മലൈബാർ എക്സ്പോ 2026 മർക്കസ് നോളജ് സിറ്റി. ഷഫീഉള്ള കാവൽ വെച്ചുള്ള സമരമിൽ വന്ന് ചേരടാ. ഖൈറുൽ വറ നബിയാർ കുലത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. താളിയോലകളിൽ കൈപ്പടയാൽ എഴുതപ്പെട്ട മുസ്ഹഫുകൾ, കാഴ്ചപരിമിതിയുള്ളവർക്കായി ബ്രെയിൻ ലിപിയിൽ തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ, കഅബയെ പുതപ്പിച്ച പുണ്യവസ്ത്രമായ കിസ്വയുടെ ഭാഗം, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വെടിയേറ്റു വീണ വാർത്ത ലോകത്തെ അറിയിച്ച പത്രത്താളുകൾ, അങ്ങനെ കാഴ്ചയുടെയും അറിവിന്റെയും കൗതുക ലോകത്തേക്ക് പ്രിയരെ ഹൃദ്യമായ സ്വാഗതം. ഫാനൂസ് ദി മലൈബാർ എക്സ്പോ 2026